നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ യുദ്ധത്തിന് തയ്യാറാണെന്ന സന്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. അധികാര സ്ഥാനത്തിലിരിക്കുന്നവർ തന്നെ യുക്തിരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടിയും ടോർച്ചടിച്ചിട്ടും ശാസ്ത്രബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കാനാകില്ല. ശാസ്ത്രം ശാസ്ത്രത്തിന് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കോവിഡ് കാലത്തെ നേട്ടങ്ങൾക്ക് പാത്രം കൊട്ടിയടിച്ച് അഭിവാദ്യം അർപ്പിക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനെയാണ് വർഷങ്ങൾക്ക് ശേഷം പിണറായി കളിയാക്കുന്നതും. പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നതിന് തലേ ദിവസമാണ് ഇത്തരത്തിൽ ഒരു പരാമർശം എന്നതും ഒരു പ്രത്യേകത തന്നെ. തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ജനങ്ങളോട് പാത്രം കൊട്ടുവാനും മറ്റും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ശാസ്ത്രം സമൂഹത്തിൽ വേരോടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ചില അധികാര കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വെറുപ്പിന്റെ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ശാസ്ത്രം സമൂഹത്തിൽ വേരോടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ചില അധികാര കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വെറുപ്പിന്റെ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ വേരോടാത്തത് പണ്ട് മുതൽ തന്നെ നിഷ്കർഷത എന്നത് വെച്ചത് കൊണ്ട് തന്നെയാണെന്നും പിണറായി പറയുന്നു. ദൈവദശകങ്ങളോടൊപ്പം തന്നെ സയൻസ് ദശകവും ഉണ്ടായ നാടാണിത്. ആരാധനാലയങ്ങളല്ല, വിദ്യാലയങ്ങളാണ് ഉയരേണ്ടതെന്ന ഉദ്ബോധമുണ്ടായ നാട്. ശാസ്ത്രത്തെ നോക്കുകുത്തിയാക്കി ആൾദൈവങ്ങളെ ആദരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനകീയ കല പോലെ ശാസ്ത്രത്തെയും പ്രചരിപ്പിക്കണം. ശാസ്ത്രം കൊള്ളലാഭത്തിനുള്ള ഉപാധിയാകരുത്. ശാസ്ത്രം അടിത്തറയുള്ളത് കൊണ്ടാണ് വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ ഓടാത്തത്. ഉത്തരവാദിത്തപ്പെട്ടവർ ശാസ്ത്രവിരുദ്ധത പറയുകയാണ്. മതമാണ് രാജ്യപുരോഗതിക്കുള്ള വഴിയെന്ന് പ്രചരിപ്പിക്കുന്നത് ഇതിന്റെ ഫലം പാരതന്ത്ര്യമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞു വെക്കുന്നത് BJPക്കെതിരായ രാഷ്ട്രീയമാണ്. വെറുപ്പിന്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പുതിയ സമരമുഖം തുറക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും അനിവാര്യമായ സവിശേഷ കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് മതേതര മൂല്യങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളും വർദ്ധിച്ചു വരികയാണ്. ശാസ്ത്രബോധമുള്ള ശാസ്ത്രീയതയിൽ അധിഷ്ഠിതമായ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പ്രയാസവുമാണ്. അതുകൊണ്ടാണ് ചില അധികാര കേന്ദ്രങ്ങൾ ശാസ്ത്രം സമൂഹത്തിൽ വേരോടാതിരിക്കാൻ ആകുന്നതെല്ലാം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളും കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി കളിയാക്കുന്നതാണ്. അയോധ്യയും മറ്റും ചർച്ചയാക്കിയാണ് പ്രധാനമന്ത്രി മോദിയുടെ രാഷ്ട്രീയ യാത്ര. ഇതെല്ലാം മനസ്സിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വിമർശനവും. കേരളത്തിലെത്തുമ്പോൾ മോദിയുടെ ശ്രദ്ധയിലും ഈ വിമർശനങ്ങൾ എത്തും. ഇതിന് മോദി എങ്ങനെ പ്രതികരിക്കും എന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന കൗതുകം. പിണറായിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണവും കരുവന്നൂരിലെ ED ഇടപെടലും എല്ലാം സംസ്ഥാന സർക്കാരിനെ പ്രകോപിക്കുന്നുണ്ട്. ഇതെല്ലാം പിണറായിയുടെ പ്രസംഗത്തെ സ്വാധീനിച്ച ഘടകമായി BJPയും കരുതുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. വെറുപ്പിന്റെ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ച ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചിലർ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ അവബോധം വളർത്തുന്നതിന് പകരം അധികാര സ്ഥാനത്തുള്ളവർ തന്നെ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ തന്നെ ഇതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടിവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നുവെന്നും പശു ശ്വസിക്കുമ്പോൾ ഓക്സിജൻ പുറത്തുവിടുന്നുവെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ തന്നെ പ്രചരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പണ്ടേ തന്നെ ശാസ്ത്രബോധത്തിൽ പ്രത്യേക നിഷ്കർഷ വെച്ചതുകൊണ്ടാണ് ഇത്തരം ശ്രമങ്ങൾ കേരളത്തിൽ വിജയിക്കാത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സഹോദരൻ അയ്യപ്പന്റെ കാലത്ത് സയൻസ് പാർക്കിന്റെ പ്രാധാന്യം കവിതയിലൂടെ പ്രചരിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. ദൈവദശകത്തിനോടൊപ്പം സയൻസ് ദശകവും ഉണ്ടായ നാട്.
സമൂഹം എന്ന നിലയിൽ കേരളം ഒറ്റക്കെട്ടായി നിന്ന് ശാസ്ത്ര വിരുദ്ധതയെ പരാജയപ്പെടുത്തുന്നു. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഇവിടെ വേരോടാത്തത് ശാസ്ത്ര അടിത്തറയുള്ളത് കൊണ്ടാണെന്നും ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയ ജനകീയ പ്രസ്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരം സമരങ്ങൾക്കും ബോധവൽക്കരണത്തിനും വേണ്ട അധികാരം ഭരണഘടന തന്നെ തരുന്നുമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ചെയ്യേണ്ടത്. ശാസ്ത്രബോധം വളർത്തണം എന്നാവശ്യപ്പെടുന്ന ഭരണഘടന പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തവർ തന്നെ ശാസ്ത്രബോധം തകർക്കുന്ന യുക്തിരഹിതമായ പ്രസ്താവനകൾ നടത്തുന്നു. കേരളത്തിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന്റെ ഭാഗമായി ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളത്തിന്റെ ഓരോ കോണിലും ശാസ്ത്ര പ്രചാരണ സംവിധാനങ്ങൾ നിലവിൽ വരുത്തുക, അവയെല്ലാം പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ വളർത്തിയെടുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ശാസ്ത്രബോധമുള്ള തലമുറ നാടിന്റെ സമ്പത്താണ്. അവർക്ക് മാത്രമേ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാകുകയുള്ളൂ. പാട്ടുകൊട്ടിയും ടോർച്ചടിച്ചും ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്താൻ കഴിയില്ല. ഇത്തരം അബദ്ധങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ അവയിൽ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്ന ശാസ്ത്രീയമായ വിശദീകരണവുമായി രംഗത്ത് വരാനുള്ള സാമൂഹികപരമായ ഉത്തരവാദിത്തം ശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കുമുണ്ട്. അവരത് ഏറ്റെടുക്കുമെന്നും വെറുപ്പിന്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി പൊതുസമൂഹത്തിൽ മനസാക്ഷി ഉണർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഏതാണ്ട് 35 ലക്ഷം മുൻപ് ഇരുകാലിൽ നിവർന്നു നിന്നവർ മുതൽ ആസ്ട്രോലോപിത്തക്കസ് അഫറൻസിസ്, ഹോമോ ഹാബിലസ്, ഹോമോ എറക്ടസ്, ഹോമോ എർഗസ്റ്റർ, നിയാണ്ടർതാൻ എന്നിങ്ങനെ പല സയൻസിക അറിവുകളും കലയുടെ സംയോജനം വഴി പുനർനിർമ്മിക്കപ്പെട്ട പൂർവിക കുടുംബാംഗങ്ങളുടെ രൂപങ്ങളും അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത്.